പലരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഡോക്ടർ ആവുക എന്നത്. എന്നാൽ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ആദ്യ കടമ്പ എന്ന് പറയുന്നത് നീറ്റ് എക്സാം എന്നൊരു എക്സാം എഴുതുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2025 നീറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു എക്സാം കൂടിയായിരുന്നു. എങ്കിൽ പോലും ആ 2025 നീറ്റ് എക്സാമിൽ വളരെ മികച്ച വിജയം കരസ്ഥമാക്കിയ ചെൽസി എന്ന ബെർലിൻ്റെ സ്റ്റുഡൻ്റാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. സോ ചെൽസി, ആദ്യമേ തന്നെ ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാജുലേഷൻസ് ഫോർ ദ ബിഗ് വിൻ. ഓക്കെ, അപ്പോൾ ചെൽസി തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്കായിട്ട്, നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയാമോ? എൻ്റെ പേര് ചെൽസി എസ് തെരേസ്. ഞാൻ വരുന്നത് കോട്ടയം ഇടുക്കി ബോർഡറിലുള്ള മുണ്ടക്കയത്തു നിന്നാണ്. ഞാൻ പഠിച്ചത് പെരുവന്താനം സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ ഈ വർഷം ബ്രില്യൻറ്റിൽ റിപ്പീറ്ററായിരുന്നു. S5 ബാച്ചിലായിരുന്നു. അബ്രാമി മിസ് ആയിരുന്നു ക്ലാസ് ടീച്ചർ. ഇതെൻ്റെ പപ്പ സണ്ണി. പപ്പയ്ക്ക് കൃഷിയാണ്. അമ്മ ബീന, അമ്മ ടീച്ചറാണ്. അത് അപ്പാപ്പൻ, അമ്മച്ചി. ഇത് അനീത്തിമാർ. ചെറിൻ +2 കഴിഞ്ഞിരിക്കുന്നു. ചെറിയന് 9th ചെസ്സ 7th ഈ വർഷം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ എന്ത് തോന്നുന്നു? വളരെ മികച്ചൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്താണ് ആ ഒരു വിജയം കരസ്ഥമാക്കിയപ്പോൾ ചെൽസിക്ക് തോന്നിയ, അല്ലെങ്കിൽ ചെൽസിക്ക് ഉണ്ടായ ഒരു ഇമോഷൻ എന്തായിരുന്നു? സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് വളരെ ടഫാണ് എന്ന് പറഞ്ഞൊരു എക്സാം കൂടിയായിരുന്നു 2025 നീറ്റ് എന്ന് പറയുന്നത്. അത്രയും ടഫായിട്ടൊരു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു എമോഷനൊക്കെ എങ്ങനെയായിരുന്നു? എക്സാം നല്ല മോശമായിട്ടാണ് പോയി എഴുതിയത്. എഴുതാൻ പോയത് മോശമായിട്ടാണ്, എഴുതി കഴിഞ്ഞപ്പോൾ എഴുതുന്നത് മോശമായിട്ടാണ്. എല്ലാം മോശമായിട്ടായിരുന്നു. അത് മാർക്ക് നല്ലോണം പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇത്തവണ മാർക്ക് കൊണ്ട് കാര്യമില്ല, റാങ്ക് കൊണ്ടേ കാര്യമുള്ളൂ. അപ്പം മാർക്ക് നല്ല കുറവാണേലും റാങ്ക് കിട്ടും, നല്ലതുണ്ട്. അതുകൊണ്ട് സന്തോഷം. അത്രയും ടഫായിട്ടൊരു എക്സാം ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കട്ട് ഓഫും അതുപോലെ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ളതൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിലെ ഒരു എക്സ്പീരിയൻസ്? കാരണം ചെൽസി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 year നമ്മുടെ ബ്രില്യൻറ്റിലെ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. ഞാൻ +2 കഴിഞ്ഞപ്പം +2ൻ്റെ മാർക്ക് വെച്ച് സ്കോളർഷിപ്പിലാണ് അവിടെ വന്നത്. അതുകൊണ്ട് ഫീസില്ലാതെ പഠിക്കാൻ പറ്റി. അത് വലിയൊരു കാര്യം. അതുകൊണ്ടാണ് അവിടെ വന്നത് തന്നെ. അതുകൊണ്ട് മാരിഗോൾഡ് ആയിരുന്നു കിട്ടിയത്. ക്യാമ്പസിനോട് നെക്സ്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റലായിരുന്നു. അപ്പോൾ നടക്കാനോ അങ്ങനത്തെ സമയമൊന്നും പോകത്തില്ല. പിന്നെ ക്ലാസ്സസ് എന്ന് പറയുവാണെങ്കിൽ നല്ലതായിരുന്നു. കുട്ടികൾ അത്യാവശ്യം എല്ലാവരും ഭയങ്കര ടോപ്പായിട്ടുള്ളവർ തന്നെയായിരുന്നു ക്ലാസ്സിലെ. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ ക്ലാസ് ടീച്ചറാണെങ്കിലും നല്ലതായിരുന്നു. നമുക്ക് എന്നാ വേണേലും പോയി പറയാം. പിന്നെ കോർഡിനേറ്റർമാർ അതുപോലെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എക്സാമിൻ്റെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ചെൽസി പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ലാസ്സിലുള്ള മറ്റ് കുട്ടികളും അതുപോലെ അവർ ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തികൾ തന്നെ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നതാണ്. കാരണം ഇത് എങ്ങനെ ഇത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു എക്സാം നമുക്ക് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ദൃഢമായ നിശ്ചയത്തോടു കൂടി തന്നെ ചെൽസിനെ പോലെ തന്നെ നിൽക്കുന്നതാണ്. ആ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ആ ഒരു പിയർ ഇൻഫ്ലുവൻസ് നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ടോ? അതിപ്പം ഞാനിപ്പം സ്റ്റേറ്റ് സിലബസ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നേ. അപ്പം നല്ല രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാൻ മേലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ടീച്ചേഴ്സ് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മളിപ്പം കൂട്ടുകാരോട് ചോദിക്കുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് അറിയായിരിക്കും. അപ്പോൾ അറിയാവുന്നതാണ്, ആരും പറഞ്ഞു തരാതിരിക്കത്തില്ല, എല്ലാം നമുക്ക് പറഞ്ഞു തരും. അതുപോലെ നമ്മളും പറഞ്ഞു കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് കുറേ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ക്ലാസ് മാത്രം പോരാ, ഇതുപോലെ നമുക്കിപ്പം ഹോസ്റ്റലിൽ അങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി ഒന്നും അലൗഡ് അല്ല. പക്ഷേ നമ്മൾ പോയി ചോദിക്കും, അതിനൊന്നും ആർക്കും പ്രശ്നമില്ല, പിള്ളേർക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെ അവർ പറഞ്ഞു തരുന്നതാണ് കുറേയൊക്കെ ട്രിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ക്ലാസ്സിനെക്കാട്ടിലും കൂടുതൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു തമ്മിലുള്ള ഒരു കോപ്പറേഷൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, നമ്മുടെ മെന്റർ സംവിധാനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. അതിപ്പം ക്ലാസ് ടീച്ചർ എപ്പോഴും വീട്ടിൽ വിളിക്കും, എല്ലാ കാര്യങ്ങളും ചോദിക്കും, മാർക്കും എല്ലാം പറയും. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പേടിയുണ്ട്, അമ്മ അത് ടീച്ചറിൻ്റെ അടുത്താണ് പറയുന്നത്. അമ്മയുടെ വിഷമം, എൻ്റെ വിഷമം എല്ലാം ടീച്ചറിൻ്റെ കയ്യിലാണ്. ടീച്ചറാണ് ഞങ്ങളെല്ലാവരും ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഒരു ബ്രിഡ്ജായിട്ട് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് തന്നെ ക്ലാസ് ടീച്ചർക്ക് അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് ബ്രില്യൻറ്റിൽ നിന്ന് പോന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാം മിസ് ചെയ്യും. എല്ലാം ഇവിടുത്തെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ. ഇപ്പോൾ ഇനി അവിടെ നിന്ന് പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പം എല്ലാം മിസ് ചെയ്യും. തീർച്ചയായിട്ടും മിസ് ചെയ്യും. ഓക്കെ സാർ, അപ്പോൾ വലിയൊരു വിജയമാണ് ചെൽസി കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ആ ഒരു വിജയത്തിൽ? ചെൽസിയുടെ വിജയത്തിൽ നല്ല സന്തോഷം. നമ്മൾ അർഹമായ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അന്യായമായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു. അതിന് ഫലം കിട്ടിയുള്ളൂ. ആയിട്ട് എഫേർട്ടിന് തീർച്ചയായിട്ടുള്ള ഫലം കിട്ടി. ഓക്കെ, ചെൽസി ഇങ്ങനെ ഒരു മെഡിസിന് പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സാറിന് എന്താണ് തോന്നിയത്? അത് അവളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് ഫോഴ്സ് ചെയ്യുന്നത് മാത്രമേ എനിക്കുണ്ടാകുള്ളൂ. ഏതാഗ്രഹം കൊടുത്തിട്ടാലും അതിനനുസരിച്ച് നിന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്നെ സഹായം ചെയ്ത് കൊടുക്കുക. അത്
തീർച്ചയായിട്ടും ജെർസിക്ക് കിട്ടിയിട്ടും ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് വന്നത്? അത് ഒരുപാട് കുട്ടികൾക്ക് നല്ല വിജയം കൊടുത്തൊരു സ്ഥാപനമാണ് ആണ്. അതുകൊണ്ടാണ് ബ്രില്യൻ്റ് തിരഞ്ഞെടുത്തത്. പിന്നെ ശേഷം ഞാൻ നേരിട്ട് കണ്ടത് എക്സാമിന് ശേഷം തിരികെ ഞങ്ങൾ ബ്രില്യൻ്റ് വന്നപ്പോഴത്തേനും ഇവരുടെ മാർക്ക് കൂട്ടാൻ വേണ്ടി അവിടെയുള്ള പ്രധാന അധ്യാപകരും എല്ലാം നല്ല സമയം ഇവൾക്ക് വേണ്ടി ചിലവഴിച്ച് അന്ന് അതിൻ്റെ ആ മാർക്കിൻ്റെ ഏകദേശ രൂപം മനസ്സിലാക്കി തന്നു. ഞാൻ ഒരുപാട് സമയം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. അത് എനിക്ക് നേരിട്ട് കണ്ടൊരു അനുഭവമാണ്. നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, അപ്പോൾ ഇനി തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു മെഡിക്കൽ കോളേജിൽ ചെൽസിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു യാത്ര ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഭാവിയിലുള്ള ചെൽസിയോട് സാറിന് എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ സജഷൻ ആയിട്ട് കൊടുക്കാനുള്ളത്? അതിൽ ചെൽസിയിൽ ദൈവത്തെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നു. ആ പ്ലാൻ ചെൽസി വരച്ച് പൂർത്തിയാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. മാമിന് അപ്പോൾ എന്താണ് പറയാനുള്ള ഈ ഒരു വലിയൊരു വിജയത്തിൽ? ചെൽസിയുടെ ഈ വിജയത്തിൽ വലിയ സന്തോഷം തോന്നുന്നു. കാരണം അവൾ അധ്വാനിച്ചതിന് ദൈവം നൽകിയ പ്രതിഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ചെറുപ്പം മുതലേ പഠനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അവൾക്കുണ്ടായിരുന്നില്ല. ചെറിയ ക്ലാസ് മുതൽ ഒരു ക്ലാസ് പോലും കളയുകയോ ഒരു പരീക്ഷയ്ക്ക് പോലും മാർക്ക് കുറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പഠിക്കണം എന്ന് ഒരിക്കൽ പോലും എനിക്ക് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. പഠിക്കാനുള്ള കാര്യങ്ങൾ അവളത് മനസ്സിലാക്കി. കോവിഡ് കാലത്തൊക്കെ ആണെങ്കിലും 8, 9, 10 കോവിഡ് കാലമായിരുന്നു. അപ്പോൾ പോലും എല്ലാ ക്ലാസ്സുകളും പിന്നെ ടി വിയിൽ വരുന്ന ക്ലാസ്സുകളും സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സുകളും കൂടുകയും പഠിച്ചെടുക്കുകയും പഠിക്കാനുള്ള കാര്യത്തിൽ അതുപോലെ ആയിരുന്നു അവളുടെ ശ്രദ്ധ. അപ്പോൾ ഇവിടെയും നല്ലൊരു മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എക്സാം ടഫായിരുന്നത് കൊണ്ട് അത്ര സ്കോർ വന്നില്ലെങ്കിലും നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത്രയും ടഫ് ആകുമ്പോൾ നമുക്കത് കട്ട് ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് അതുപോലെ തന്നെ കുറയാതെ നമുക്ക് തീർച്ചയായിട്ടും ഫേവറബിൾ ആകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ചെൽസി പറയേണ്ട അമ്മ ഒരു ടീച്ചറാണ് എന്നുള്ളത്. അവളുടെ സ്കൂളിലെ തന്നെ ടീച്ചറാണ്. അവളുടെ സ്കൂളിൽ തന്നെ, അതെ, അതുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ടീച്ചറിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതും ചെൽസി പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ പേരൻസുമായിട്ട് ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ മെന്റർ നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ടീച്ചറിന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ആ ബ്രില്യന്റിന്റെ ആ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്യൂട്ടറിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അഭിരാമി മിസ്സുമായിട്ട് മിക്കവാറും വിളിക്കാറുണ്ടായിരുന്നു. ചെൽസിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാർക്കൊക്കെ എവിടെയെങ്കിലും കുറയുവാണെങ്കിൽ അവൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ എനിക്കറിയാം. അപ്പോൾ അവൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ടീച്ചറിനെ വിളിക്കുമായിരുന്നു. ടീച്ചർ ഇവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ച് പറയും ഓക്കെയാ, കുഴപ്പമില്ല. അതുപോലെ എല്ലാ സപ്പോർട്ടും ടീച്ചർ നൽകിയിരുന്നു. ഒപ്പം അതുപോലെ അവിടുത്തെ കോർഡിനേറ്റേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റിയില്ല. മുമ്പേ പറഞ്ഞതുപോലെ എക്സാം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവൾ വന്നത്. അപ്പോൾ ഒത്തിരി സ്കോർ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് വല്ലാതെ കരഞ്ഞപ്പം സജി സാറും പ്രദീപ് സാറും എല്ലാം അടുത്ത് വിളിച്ചിരുത്തി മുഴുവൻ ക്വസ്റ്റ്യനും വായിച്ചു നോക്കി അതിൻ്റെ മാർക്ക് കൂട്ടി 600-ന് മുകളിൽ മാർക്കുണ്ടെന്ന് അന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത് തന്നെ. അപ്പോൾ ഒക്കെ ഒത്തിരി സന്തോഷം തോന്നി. ഒരു കുട്ടിക്ക് വേണ്ടി തന്നെ അവർ ഇത്രയും സമയം, അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. അമ്മ, ഇപ്പോൾ കുടുംബത്തിൽ ഒരു ഡോക്ടർ വരാൻ പോവുകയാണ്, വലിയൊരു വിജയമാണ് ഇപ്പോൾ ചെൽസി നേടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നും പോയി പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, തിരി കത്തിക്കുമായിരുന്നു മാതാവിന് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചാനൊക്കെ നല്ലൊരു ഞാൻ എപ്പോഴും അങ്ങനെ കഷ്ടപ്പെട്ട് അവൾ പഠിക്കുന്നത് അതിൻ്റെ പോലെ തമ്പരാൻ കൊടുക്കും ഞാൻ എന്ന് ഓർത്തോണ്ട്. അപ്പോൾ വീണ്ടും വളരെ ഒരു മികച്ചൊരു വിജയം ചെൽസി കരസ്ഥമാക്കിയിരിക്കുകയാണ്. നേരത്തെ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിലൊരു ഡോക്ടർ ഇപ്പോൾ വരാൻ പോവുകയാണ്. എന്ത് തോന്നുന്നു? അവള് വളരെ കഷ്ടപ്പെട്ട് ആണ് പഠിച്ചത്. വലിയ നേട്ടം കിട്ടി, സന്തോഷിക്കുന്നു. ഇപ്പോൾ ചെൽസിയോട് എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു മോഡൽ എക്സാംസിൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതി ആ ഒരു എക്സാം ഫിയർ എന്ന് പറഞ്ഞൊരു കാര്യത്തെയൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ മെയിൻ എക്സാമിന് എഴുതാൻ പോകുന്നത്. അപ്പോൾ ചെൽസിക്ക് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ മോഡൽ എക്സാം? കാരണം ഒരു ജാനുവരി മുതലേ നമ്മളിങ്ങനെ എക്സാംസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മോഡൽ എക്സാംസിനെ പറ്റി ചെൽസിക്ക് പറയാനുള്ളത്? ചെൽസിയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? മോഡൽ എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുമ്പോൾ നല്ല പേടിയായിരുന്നു. കാരണം സാധാരണ നമ്മുടെ 3 ക്ലാസ്സൊക്കെ ആയിരുന്നു ഒരു ബാച്ച്. മോഡൽ എക്സാം എന്ന് പറയുമ്പം ആദ്യം ബ്രില്യൻറ്റിലെ എല്ലാ പിള്ളേരെയും കൂടെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. പിന്നെ എല്ലാ പിള്ളേരും കൂടെയാണ് എഴുതുന്നത്. അപ്പം ആ ഒരു ബാച്ച് വൈസ് ഉള്ള ഇതിൽ നിന്ന് മാറി ഇത്രയും പിള്ളേരുടെ കൂടെ എഴുതുമ്പം റാങ്ക് നല്ലോണം കുറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നല്ലോണം കൂടി റാങ്ക്. മറ്റേതിനെക്കാട്ടിലൊക്കെ എനിക്ക് റാങ്ക് കിട്ടാൻ തുടങ്ങി. അപ്പം ആദ്യം പേടിയുണ്ടായിരുന്നു. ഞാൻ അത്രയും പഠിക്കുന്നില്ല, പക്ഷേ എന്നാലും റാങ്ക് ഉണ്ട്. അങ്ങനെ കൂടിയാലും പേടി കുറഞ്ഞാലും പേടി, മൊത്തത്തിൽ പേടിയായിരുന്നു. പിന്നെ മാർക്ക്
ഒരു 650 അറൗണ്ട് ആയിരുന്നു എല്ലാ എക്സാമിനും. എളുപ്പമാണെങ്കിൽ മാത്രം 700 അങ്ങനെ കിട്ടുമായിരുന്നു. അപ്പം ഒരിക്കൽ പോലും മോഡൽ എക്സാമിന് ഇത്രയ്ക്ക് ഇപ്പം കിട്ടിയ മാർക്ക് ഒരു എക്സാമിനും കിട്ടിയില്ല, അതിനെക്കാട്ടിലും കൂടുതലായിരുന്നു എല്ലാത്തിനും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം മോഡൽ എക്സാമിന് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാനാണെങ്കിലും മോഡൽ എക്സാമിൻ്റെ സമയത്ത് റിവൈസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു ടൈമിൽ പഠിച്ചതിനെക്കാട്ടിലും കൂടുതൽ എല്ലാം കൂടെ കണക്ട് ചെയ്ത് പഠിക്കുമ്പം മോഡൽ എക്സാമിന് അത് പഠിക്കുമ്പോൾ അതൊന്നുകൂടെ ഹെൽപ്പ് ആവും. കണക്ട് ചെയ്താണ് പഠിക്കുന്നത് അവിടെ. അപ്പം ഇനി ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ആണെങ്കിൽ പോലും 2-3 ദിവസമേ ഉള്ളൂ. അപ്പം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല. മൊത്തം ഇരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ആ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കറക്റ്റ് ടൈം ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. എല്ലാം തീർക്കാൻ പറ്റത്തില്ല, പക്ഷേ നോക്കാൻ പറ്റും, മാക്സിമം നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ബ്രില്യൻറ്റിൽ ഇപ്പോൾ ഈ ഒരു വിജയത്തിനായിട്ട് അല്ലെങ്കിൽ ഈ വരുന്ന അവിടെ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായിട്ട് നമ്മൾ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, ഇതിൽ ചെൽസിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ചെൽസിക്ക് ഏതാണ്? എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കുന്ന രീതി നല്ലോണം ഡെപ്തിലാണ് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയതിൽ വെച്ച് ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ ഞാൻ ചുമ്മാ സ്റ്റേറ്റ് സിലബസിൽ അത്ര പഠിക്കാനില്ല. അപ്പം ഇവിടെ വന്നതിന് ശേഷം അത്രയും ഡെപ്തിലോട്ട് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റും ഇവിടെ വെച്ചാണ് കേട്ടത്. അപ്പം അങ്ങനെ പഠിക്കാൻ പറ്റും. പിന്നെ കണക്ട് ചെയ്ത് പഠിപ്പിക്കും, നല്ലോണം കണക്ട് ചെയ്ത് പഠിപ്പിക്കും. അപ്പം പഠിപ്പിക്കൽ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽസ് നല്ലോണം ഉണ്ട്. എനിക്ക് പുറത്തുനിന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ലൈബ്രറി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം എല്ലാം ഇവിടുത്തെ തന്നെ മെറ്റീരിയൽ അതിനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്രയും ഒപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് മെറ്റീരിയൽ നല്ലത് തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, വേറെ ഒന്നും ചെയ്തിട്ടല്ല. അപ്പം മെറ്റീരിയൽ നല്ലതാണ്. പിന്നെ ടീച്ചേഴ്സ്, മെൻറ്റർമാർ, ഹോസ്റ്റൽ വാർഡന്മാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫുഡും നല്ലതായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ജെൽസി, നിരവധി വിദ്യാർത്ഥികൾ ഇനി ഈ ഒരു സ്ട്രീമിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതായത് ഒരു MBBS പഠിച്ചൊരു ഡോക്ടറാകുക എന്നുള്ളൊരു സ്ട്രീമിലേക്ക് തന്നെ ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ വരാൻ പോവുകയാണ്. അപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇനി വരുന്ന വിദ്യാർത്ഥികളോട് ചെൽസിക്ക് എന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇതുവരെ നീറ്റ് പാടല്ലായിരുന്നു, അതുകൊണ്ട് പഠിച്ചാൽ കിട്ടുമെന്ന് പറയായിരുന്നു. പക്ഷെ ഇത്തവണ നല്ല ടഫായി. ഇനി അടുത്തത് ടഫാവുന്നല്ല, ചിലപ്പോൾ സിമ്പിളായിരിക്കാം. പക്ഷേ നല്ലോണം പഠിച്ചാലേ പറ്റത്തുള്ളൂ. ചുമ്മാ കളയാൻ സമയമില്ല, നല്ലോണം പഠിക്കണം. സമയം കളയരുത്, വേസ്റ്റ് ചെയ്യരുത്. അതിനുള്ളതില്ല, കാരണം ഇവിടുത്തെ മെറ്റീരിയൽ തന്നെ ചെയ്തു തീർക്കാനുള്ള സമയം 1 വർഷമേ ഉള്ളൂ. എല്ലാം പഠിച്ച് തീരത്തില്ല, 1 വർഷം കൊണ്ടൊന്നും തീരുന്ന സാധനമൊന്നും അല്ല ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം പഠിക്കുന്നത് പഠിക്കുക. അപ്പോൾ ചെൽസി സർ, മാം, മികച്ചൊരു വിജയമാണ് ചെൽസി നേടിയിരിക്കുന്നത്. ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ആ യാത്രകളിലൊക്കെ മികച്ച വിജയം അവിടെയും നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് സർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.